ഞാനേ നമ്മുടെ പട്ടാഴി ദേവീക്ഷേത്രത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കൊട്ടാരക്കര ദേവീക്ഷേത്രത്തിലെ ഒരു വാർത്ത അല്പം മുമ്പാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഇട്ടപ്പം ഒരാളത് ഈ കമൻ്റ് ഇട്ട്, പട്ടാഴി ദേവീക്ഷേത്രത്തിലെ, ഞാനിവിടെ അമ്പലത്തിൽ നിന്നപ്പോൾ തന്നെയാണ് ആ കമൻറ്റ് വായിച്ചത് കേട്ടോ. ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ ഇവിടെ വന്ന് കുറച്ച് നേരം മഴയൊക്കെ ആയി ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ അതിൽ വന്നൊരു കമൻറ്റ് വായിച്ചത്. ആ കമൻറ്റ് വായിച്ചത് പട്ടാഴി ദേവീക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെ കാണാം ചാക്കിൽ കെട്ടി വെച്ചേക്കുന്നതെന്ന്. അപ്പം ഞാൻ പട്ടാഴി ദേവീക്ഷേത്രത്തിൽ വന്നു, ഞാനിങ്ങനെ അത് കണ്ടു. അത് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാം അല്ലേ. പട്ടാഴി ദേവീക്ഷേത്രത്തിലെ വടക്കേ അറപ്പുര ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നടന്നു പോകുന്നത് കേട്ടോ. നടന്ന് നമുക്ക് അങ്ങോട്ട് പോട്ടെ. ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ വലത്തോട്ട് നോക്കുമ്പോൾ ചാക്കുകെട്ടുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ചാക്കുകെട്ടുകൾ പറഞ്ഞത് ശരിയാണ്, അത് ഞാനും ഇന്നലെ കണ്ടിരുന്നു. പക്ഷെ എന്തു പറയാൻ, അപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് വന്നപ്പോൾ ഞാനിത് കാണിക്കണമല്ലോ. വിളക്കുകളാണ് ഇതെല്ലാം. ഇതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകാനാണോ എന്തുവാണോ, ലേലമൊക്കെയാണ്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അമ്മയുടെ മുതലാണ്, നമ്മളൊക്കെ കൊണ്ടു കൊടുക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ ചാക്കി കെട്ടി കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് സുരുക്ക് കൂട്ടിയിട്ടേക്കുകയാണ്, റെഡിയാക്കി എല്ലാം വെച്ചേക്കുകയാണ്. കൊണ്ടുപോകുന്നതിലൊന്നും നമുക്കൊന്നും വിഷയമില്ലെന്നേ. കൊണ്ടുപോകുമ്പം നമ്മുടെ അമ്പലത്തിൻ്റെ വികസനങ്ങളൂടെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇങ്ങനെ അങ്ങോട്ട് ചാക്കി കെട്ടി ഇട്ടേക്കുന്നതെല്ലാം നമ്മുടെ അമ്പലത്തിലെ വിളക്കുകളാണ്. അത് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭക്തജനങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. അതുകൊണ്ടേ ഞാൻ പറയുന്നുള്ളൂ. ചാക്കി കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നത് വേറൊന്നിനുമല്ല, കൊണ്ടുപോയി പിന്നെ കൊട്ടാരക്കരയിലൊക്കെ കണ്ടതുപോലെ ഈ മേടത്തിനൊക്കെ സൂയിക്കാനും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ശമ്പളവും കാര്യങ്ങളുമൊക്കെ കൊടുക്കണമല്ലോ. നല്ല പ്രവർത്തനമാണല്ലോ നമ്മുടെ ക്ഷേത്രങ്ങളോട് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ടല്ലോ, കയറി വരുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് കുറേ. അപ്പം ഇതാണ് പട്ടാഴി ദേവീക്ഷേത്രത്തിലെയും കാഴ്ച. കൊണ്ടുപോകട്ടെന്നേ. നമുക്ക് ഹിന്ദുക്കൾക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ്, ക്ഷേത്ര വിശ്വാസികൾക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി പോസ്റ്റ് ചെയ്യും.